ലൈവ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് ശരത്ത്. എല്ലാവർക്കും പരിചയം കാണും, കുറച്ചാൾക്കാർക്ക് പരിചയം കാണും. കഴിഞ്ഞ ദിവസം നമ്മളൊരു ചാപ്റ്ററിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ +1 ഫിസിക്സിലെ ആദ്യത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഫിസിക്കൽ വേൾഡ് അല്ലെ. വളരെ ചെറിയൊരു ചാപ്റ്ററാണ്, കുറച്ച് കാര്യങ്ങൾ മാത്രം ചോദിക്കുന്ന ഒരു ചാപ്റ്റർ ആയിരുന്നു. അതില് ഏതാണ് ചോദിക്കുന്ന ഭാഗം എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ പുതുതായിട്ട് കുറെ കൂട്ടുകാർ കൂടി നമ്മുടെ ഗ്രൂപ്പിലേക്ക് വന്നിട്ടുണ്ട്. അപ്പൊ അവരുടെ ശ്രദ്ധയിലേക്ക് ഞാൻ ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. ആ ക്ലാസ് നമ്മുടെ യൂട്യൂബ് ചാനലിലുണ്ട്, അപ്പൊ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ജസ്റ്റ് ഞാനൊന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഫിസിക്കൽ വേൾഡ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത് എന്തായിരുന്നു? ഫണ്ടമെന്റൽ ഫോഴ്സുകളെ കുറിച്ചായിരുന്നു അല്ലെ. ഫണ്ടമെന്റൽ ഫോഴ്സുകൾ 4 എണ്ണമാണ് നമുക്കുള്ളത്. ഏതൊക്കെയായിരുന്നു? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, ശരിയാണോ? വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്, ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ്, അതുപോലെ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. 4 ഫോഴ്സുകളാണ്. അപ്പൊ അവരുടെ സ്ട്രെങ്ത് കൂടി വരുന്ന മുറയ്ക്ക് നമ്മൾ അറേഞ്ച് ചെയ്താൽ സ്ട്രെങ്ത് ഏറ്റവും കുറഞ്ഞ ഫോഴ്സ് എന്ന് പറയുന്നത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ്. ഏത് 2 മാസുകൾക്കിടയിലും അനുഭവപ്പെടുന്ന ഫോഴ്സ് ആണ് എന്ത്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, ശരിയാണോ? മാസുകൾ തമ്മിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുക. ന്യൂട്ടൺ ആണ് ആ ലോയെ കുറിച്ചും ആ ലോ കണ്ടുപിടിക്കുന്ന ഇക്വേഷനെ കുറിച്ചും ഒക്കെ എന്ത് ചെയ്തത് പറഞ്ഞത്. ഓക്കെ, അപ്പൊ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ് ഫണ്ടമെന്റൽ ഫോഴ്സിൽ ഏറ്റവും വീക്കസ്റ്റ് ആയിട്ടുള്ള സ്ട്രെങ്ത് കുറഞ്ഞ ഫോഴ്സ് എന്ന് പറയുന്നത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ്. പിന്നീട് വരുന്നത് വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് ആണ്. ന്യൂക്ലിയസിനുള്ളിൽ ചില റിയാക്ഷൻസ് നടക്കുമ്പോൾ മാത്രം അനുഭവപ്പെടുന്ന ഫോഴ്സ് ആണ് വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് പറയുന്നത്. അടുത്തത് ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് ആണ്. ചാർജുകൾക്ക് ഇടയിൽ അനുഭവപ്പെടുന്ന ഫോഴ്സ് ആണ് ഇലക്ട്രിക് ഫോഴ്സ്. അതിനുശേഷം ചാർജുകൾ മൂവ് ചെയ്യുമ്പോൾ കറണ്ട് ഉണ്ടാവുന്നു. കറണ്ടിന് ചുറ്റാകെ, കറണ്ട് ക്യാരിങ് കണ്ടക്ടറിന് ചുറ്റാകെ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുന്നു. മാഗ്നറ്റിക് ഫീൽഡിന്റെ കാരണം ഒരു ചാർജിന് അനുഭവപ്പെടുന്ന ഫോഴ്സ് ആണ് മാഗ്നറ്റിക് ഫോഴ്സ് അഥവാ ലോറൻസ് ഫോഴ്സ് എന്ന് പറയും. അതിനെക്കുറിച്ച് വിശദമായിട്ട് നമ്മൾ സെക്കൻഡ് ഇയറിലാണ്, 2ാം വർഷത്തിലാണ്, +2 പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ചാർജിന് അനുഭവപ്പെടുന്ന ഫോഴ്സുകൾ അത് ഇലക്ട്രിക് ആയാലും മാഗ്നറ്റിക് ആയാലും അതിനെ ഒരുമിച്ച് പറയുന്ന പേരാണ് എന്ത്? ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ്. ഇനി ഏറ്റവും സ്ട്രോങ്സ്റ്റ് ആയിട്ടുള്ള 4ാമത്തതും അവസാനത്തതുമായിട്ടുള്ള ഫോഴ്സ് ആണ് എന്ത്? സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. ഒരു ആറ്റത്തിലെ ന്യൂക്ലിയസിനകത്തുള്ള ന്യൂക്ലിയോണുകളെ, ന്യൂക്ലിയോണുകൾ എന്ന് പറഞ്ഞാൽ എന്താ? ന്യൂക്ലിയസിനകത്തുള്ള പാർട്ടിക്കിൾസ്, പ്രോട്ടോണുകളും ന്യൂട്രോണുകളും. ഈ പ്രോട്ടോണുകളെയും ന്യൂട്രോണുകളെയും ന്യൂക്ലിയസ് എന്ന് പറയുന്ന ആ കുഞ്ഞു വോളിയത്തിനകത്ത് ഒരുമിച്ച് നിർത്തുന്ന, ചേർത്ത് നിർത്തുന്ന സ്ട്രോങ് ഫോഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് വിളിക്കുക. നമ്മുടെ നോൺ ഇന്ററാക്ടിംഗ് ഫോഴ്സുകൾ, അറിയുന്ന ഇന്ററാക്ടിംഗ് ഫോഴ്സ്, നമുക്ക് അറിയാവുന്ന ഫോഴ്സുകളിൽ വെച്ച് ഏറ്റവും സ്ട്രോങ്സ്റ്റ് ആയിട്ടുള്ള ഇന്ററാക്ടിംഗ് ഫോഴ്സ് ആണ് ഏത്? സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. ഓക്കെ, അപ്പൊ സ്ട്രെങ്ത് കൂടി വരുന്ന മുറയ്ക്ക് ഫോഴ്സുകളെ നമ്മൾ അറേഞ്ച് ചെയ്താൽ നമുക്ക് 4ആയിട്ട് അറേഞ്ച് ചെയ്യാം. ഏറ്റവും സ്ട്രെങ്ത് കുറഞ്ഞ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, അതിനേക്കാളും സ്ട്രെങ്ത് കൂടിയ വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്, കുറച്ചുകൂടി സ്ട്രെങ്ത് കൂടിയ ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ്, ഏറ്റവും സ്ട്രെങ്ത് കൂടിയ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. ഓക്കെ, ഇതാണ് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞത്. പിന്നെ നമ്മൾ ചില കൺസർവേഷൻ ലോസിനെ കുറിച്ച് പറഞ്ഞു. ജസ്റ്റ് എന്റെ പേര് മാത്രം അറിഞ്ഞിരുന്നാൽ മതി. ഈ കൺസർവേഷൻ ലോസ്, നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ കൺസർവേഷൻ ലോസിലെ ഓരോ ലോയെ കുറിച്ചും നമ്മൾ ഇനി വരുന്ന ചാപ്റ്ററുകളിൽ വിശദമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? പഠിക്കുന്നുണ്ട്. അതുകൊണ്ട് ജസ്റ്റ് ആ പേര് മാത്രം അറിഞ്ഞിരുന്നാൽ മതി. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ, ഫിസിക്കൽ വേൾഡ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ പറഞ്ഞത്. ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ് നമ്മൾ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായിട്ട് പറഞ്ഞതാണ്. അതിന്റെ വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിലുണ്ട്, നമുക്ക് നിങ്ങൾ കാണാവുന്നതാണ്. ഡൗട്ട് ഉണ്ടെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ എന്ത് ചെയ്യാവുന്നതാണ്? ചോദിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോ അതിൽ നിന്നുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. സാധാരണഗതിയിൽ ഈ ചാപ്റ്റർ, ഫിസിക്കൽ വേൾഡ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ചോദിക്കുന്നത് അരമാർക്കാണ്, അതിന് കൂടുതലൊന്നും ചോദിക്കത്തില്ല. അരമാർക്ക് സ്ഥിരമായി ചോദിക്കുന്നത് ഏത് ടോപ്പിക്കാണെന്ന് ചോദിച്ചാൽ ഫണ്ടമെന്റൽ ഫോഴ്സുകളിൽ നിന്നാണ്. ശരിയാണ്. ഏതാണ് വീക്കസ്റ്റ് ഫണ്ടമെന്റൽ ഫോഴ്സ്, അല്ലെങ്കിൽ ഏതാണ് സ്ട്രോങ്ങസ്റ്റ് ഫണ്ടമെന്റൽ ഫോഴ്സ്, ഏത് 2 മാസുകൾക്കിടയിലും അനുഭവപ്പെടുന്ന ഫണ്ടമെന്റൽ ഫോഴ്സ് ഏതാണ്, അങ്ങനെ പല രീതിയിൽ എന്ത് ചെയ്യാറുണ്ട്? ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ ഫണ്ടമെന്റൽ ഫോഴ്സ് 4 എണ്ണം നന്നായി പഠിച്ചു കഴിഞ്ഞാൽ, വ്യക്തമായി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏത് രീതിയിൽ ചോദിച്ചാലും ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കി കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്തു നിന്നാണ് കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് ആ ഒരു ടോപ്പിക്ക് മാത്രം നമ്മൾ നന്നായിട്ട് നോക്കിയാൽ മതിയാവും. ഓക്കെ, അപ്പൊ അരമാർക്ക് മാത്രം ആ ചാപ്റ്ററിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിച്ചാൽ മതി, അതിൽ കൂടുതലൊന്നും എന്ത് ചെയ്യില്ല, ചോദിക്കുന്നു. അപ്പൊ നമുക്ക് അടുത്ത ചാപ്റ്ററിലേക്ക്, 2ാമത്തെ ചാപ്റ്റർ. പലപ്പോഴും നിങ്ങൾ സ്കൂളിലൊക്കെ അഡ്മിഷൻ എടുക്കുമ്പോൾ അറിയാം, ഈ ഫിസിക്കൽ വേൾഡ് എന്ന് പറയുന്ന ചാപ്റ്റർ പല സ്കൂളിലും എന്ത് ചെയ്യാറില്ല, എടുക്കാറില്ല. കാര്യം അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് അല്ലാത്ത ചാപ്റ്ററാണ്. ആകെ ഫോഴ്സിനെ കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ. അതുകൊണ്ട്
ഈ ഫിസിക്കൽ വേൾഡ് പലപ്പോഴും ഇതിൽ പറയാറില്ല. അത് മാത്രമല്ല, ഇപ്പോൾ CBSEയുടെ സിലബസ് വന്നായിരുന്നു. CBSE 30% സിലബസ് കുറച്ചു. ആ 30% സിലബസ് കുറച്ചതിൽ ഈ ഫിസിക്കൽ വേൾഡ് എന്ന് പറയുന്ന ഫസ്റ്റ് ചാപ്റ്ററിലെ കുറെ പോർഷൻസ് എന്ത് ചെയ്തിട്ടുണ്ട്, മാറ്റിയിട്ടുണ്ട്. അത് അല്ലെങ്കിലും അതിൽ നിന്ന് എക്സാമിന് ചോദിക്കാറില്ല, എന്നാലും കുറെ പോർഷൻസ് കട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മുടെ സ്റ്റേറ്റ് സിലബസ് എങ്ങനെയാണെന്നുള്ളത് അറിയത്തില്ല, അത് ഇനിയേ വരത്തുള്ളൂ എത്ര കുറയ്ക്കും എന്നുള്ളത്, ഏതൊക്കെയാണ് കുറയ്ക്കും എന്നുള്ളത്. അപ്പൊ നമുക്ക് അടുത്ത ചാപ്റ്ററിൽ, ഇതാണ് സത്യം പറഞ്ഞാൽ നമ്മുടെ സിലബസ് അനുസരിച്ച് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കുന്ന ചാപ്റ്ററുകളിൽ ഒരു ചാപ്റ്ററാണ് നമ്മുടെ അടുത്ത ചാപ്റ്റർ, രണ്ടാമത്തെ ചാപ്റ്റർ. രണ്ടാമത്തെ ചാപ്റ്ററിന്റെ പേര് യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ് എന്നാണ്. യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ്. ഓക്കെ, അപ്പൊ നമുക്ക് ആ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ് എന്നുള്ള രണ്ടാമത്തെ ചാപ്റ്ററിലേക്ക് എന്ത് ചെയ്യാം, പോകും. ഓക്കെ, ചാപ്റ്റർ 2, ചാപ്റ്ററിന്റെ പേര് യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ്. ചാപ്റ്ററിന്റെ പേരിൽ തന്നെ ഉണ്ട് എന്താണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്ന്. എന്താണ് ഈ ചാപ്റ്ററിൽ പ്രധാനമായിട്ടും പഠിക്കാൻ പോകുന്നത്? യൂണിറ്റ്സുകളെ കുറിച്ചും അതുപോലെ മെഷർമെന്റുകളെ കുറിച്ചും. ആക്ച്വലി ഇതൊരു ഫണ്ടമെന്റൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ബേസിക് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. നമ്മൾ അത്യാവശ്യം സയൻസ് പഠിക്കുന്ന ഒരു സ്റ്റുഡന്റ് അറിഞ്ഞിരിക്കേണ്ട ഒരു ബേസിക് ആയിട്ടുള്ള ചാപ്റ്ററാണ് ഈ ചാപ്റ്റർ, യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ. അതുകൊണ്ടാണ് ഇത് ആദ്യമേ തന്നെ നമ്മുടെ ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്, നമ്മൾ ഫിസിക്സിൽ അല്ലെങ്കിൽ സയൻസിൽ പ്രധാനമായിട്ടും ക്വാണ്ടിറ്റികളെ മെഷർ ചെയ്യുന്ന യൂണിറ്റുകളെ കുറിച്ചും അത് എങ്ങനെയൊക്കെ നമുക്ക് മെഷർ ചെയ്യാം, മെഷർമെന്റ് മെത്തേഡുകളെ കുറിച്ചും. സ്വാഭാവികമായിട്ട് നമ്മളൊരു ക്വാണ്ടിറ്റി മെഷർ ചെയ്യുമ്പോൾ അതിൽ എന്തുണ്ടാവും? തെറ്റുണ്ടാവും, എറർ ഉണ്ടാവും. ശരിയാണ്. ഏതൊക്കെ ടൈപ്പ് എററുകളാണ് നമുക്ക് ഒരു ക്വാണ്ടിറ്റി മെഷർ ചെയ്യുമ്പോൾ സംഭവിക്കുന്നത്? ആ എററുകളെ നമുക്ക് എങ്ങനെ ക്ലാസിഫൈ ചെയ്യാം? അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ എന്ത് ചെയ്യുന്നത്, പഠിക്കുന്നത്. വളരെ എളുപ്പമുള്ള ഒരു ചാപ്റ്ററാണ്. പക്ഷെ ഈ ചാപ്റ്ററിന് ഒരു പ്രത്യേകതയുണ്ട്. ഈ ചാപ്റ്ററിൽ കൂടുതലും ചോദിക്കുന്നത് പ്രോബ്ലംസ് ആണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും, ഇതൊരു പ്രോബ്ലം ഓറിയന്റഡ് ആയിട്ടുള്ള ചാപ്റ്ററാണ്. എന്ന് പറഞ്ഞാൽ ഇതിൽ കൂടുതലും ചോദിക്കുന്നത് ന്യൂമറിക്കൽ പ്രോബ്ലംസ് ആണ്, അല്ലാതെ തിയറി ആയിട്ട് അധികം എന്ത് ചെയ്യാറില്ല, ചോദിക്കാറില്ല. ഓക്കെ, അപ്പൊ നമ്മൾ എത്രത്തോളം പ്രോബ്ലം ചെയ്യുന്നു അത്രത്തോളം എക്സാമിന് നമുക്ക് ഈ ചാപ്റ്ററിൽ നിന്നുള്ള കൂടുതൽ ചോദ്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും, അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ നമ്മൾ ഇതിൽ ധാരാളം ചോദ്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്. ഈ ചാപ്റ്റർ തീർന്നതിന് ശേഷം ഒരുപാട് ചോദ്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്. ചോദ്യം ചെയ്താൽ മാത്രമേ, ക്വസ്റ്റ്യൻസ് ഒരുപാട് ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് ഈ ചാപ്റ്റർ നന്നായിട്ട് മനസ്സിലാവാൻ പറ്റും, എക്സാം നന്നായിട്ട് എന്ത് ചെയ്യാൻ പറ്റൂ, അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ ഇതൊരു പ്രോബ്ലം ഓറിയന്റഡ് ആയിട്ടുള്ള ചാപ്റ്റർ ആണെന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തോളണം. പ്രോബ്ലത്തിന് വളരെ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ചാപ്റ്ററാണ്. ഓക്കെ, അപ്പൊ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ആദ്യം ഞാൻ പറഞ്ഞല്ലോ, ഈ ചാപ്റ്ററിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഫിസിക്കൽ ക്വാണ്ടിറ്റികളുടെ യൂണിറ്റുകളെ കുറിച്ചും അതിന്റെ മെഷർമെന്റുകളെ കുറിച്ചുമാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആദ്യം നമ്മൾ അറിയേണ്ടത് എന്താണ് ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി. ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് വെച്ചാൽ എന്താണ്? യൂണിറ്റിനെ കുറിച്ചും മെഷർമെന്റിനെ കുറിച്ചും ഒക്കെ പറയുന്നതിന് മുമ്പ് ആദ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് എന്താണ് ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി. ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് വെച്ചാൽ എന്താ? മലയാളത്തിൽ നമ്മൾ അതിനെ ഭൗതിക അളവ് എന്ന് പറയും. ഫിസിക്കൽ മീൻസ് ഭൗതികം, ക്വാണ്ടിറ്റി മീൻസ് അളവ്. ഭൗതിക അളവ് അഥവാ ഫിസിക്കൽ ക്വാണ്ടിറ്റി. എന്താണ് ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി? നമ്മൾ കുറെ നാളായിട്ട് സയൻസ് പഠിക്കുകയാണല്ലോ. എന്താണ് ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് വെച്ചാൽ ഒരു ഡെഫിനിഷൻ ആയിട്ട് നമുക്ക് എങ്ങനെ പറയാം? ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ ദി ക്വാണ്ടിറ്റീസ് വിച്ച് ക്യാൻ ബി മെഷേർഡ് directly or indirectly. Okay, the quantities which can be measured directly or indirectly. എന്ന് പറഞ്ഞാൽ നേരിട്ടോ, directly means നേരിട്ടോ, indirectly നേരിട്ടല്ലാതെയോ. ഓക്കെ, അപ്പൊ നേരിട്ടോ നേരിട്ടല്ലാതെയോ മെഷർ ചെയ്യാൻ കഴിയുന്ന, അളക്കാൻ കഴിയുന്ന ക്വാണ്ടിറ്റികളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്ന് വിളിക്കുക. The quantities which can be measured directly or indirectly. നേരിട്ടോ അല്ലാതെയോ മെഷർ ചെയ്യാൻ കഴിയുന്ന, അളക്കാൻ കഴിയുന്ന ക്വാണ്ടിറ്റികളാണ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. ഓക്കെ, അപ്പൊ ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ ഡെഫിനിഷൻ ഞാനിവിടെ ഒന്ന് എഴുതാം. അപ്പോ എല്ലാവരുടെ കയ്യിലും നോട്ട്ബുക്ക് ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ബുക്ക് ഉണ്ടാവും, പേനയൊക്കെ ഉണ്ടാവും. ശരിയാണോ? ഇതിന്റെയൊക്കെ നോട്ട്, പ്രിന്റഡ് നോട്ട്സ് ഈ ഇവിടെ നിന്ന് നമുക്ക് കിട്ടും. അത് എന്നാണെന്നുള്ളത് നിങ്ങൾ പറയും, അപ്പൊ അന്ന് വാങ്ങിയാൽ മതി. ഇപ്പൊ തൽക്കാലം
നമ്മുടെ നോട്ടില് ജസ്റ്റ് ഒരു ലെക്ചർ നോട്ട് എന്ന് നമ്മൾ പറയുന്നത്, ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നോട്ട് ചെയ്യുന്നത് വളരെ നല്ലതാണ് കേട്ടോ. അടുത്ത ദിവസം നമുക്ക് ഓർത്തെടുക്കാനും പഠിക്കാനും രാത്രിയൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കാനും ഒക്കെ നമുക്ക് വളരെ സഹായം. അപ്പൊ എല്ലാവരും ഒരു നോട്ട്ബുക്ക് എടുക്കുക, ചാപ്റ്ററിന്റെ പേര് എഴുതുക, അതിനുശേഷം ഞാൻ പറയുന്ന ഓരോ ടേമുകളും ശരിയാണോ, ഞാൻ പറയുന്നത് കേട്ടെഴുതാം, അതിനുശേഷം ഞാൻ ബോർഡിൽ എഴുതുമ്പോൾ അത് നോക്കി എഴുതാം. ശരിയല്ലേ? അതിലെന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാവുന്നതാണ്. എനിക്കിവിടെ കാണാൻ പറ്റും നിങ്ങളുടെ മെസ്സേജ് ഒക്കെ. അപ്പൊ ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയാം, നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് എഴുതാവുന്നതാണ്. ഓക്കെ, അപ്പൊ എല്ലാവരും നോട്ട്ബുക്ക് എടുത്ത് ഇതൊന്ന് എഴുതിക്കൊള്ളണം. ആദ്യം കേൾക്കുക, അതിനുശേഷം മനസ്സിലാക്കിയതിനു ശേഷം നോട്ട് ചെയ്യും കേട്ടോ. അപ്പൊ അത് വളരെ ഉപയോഗമാണ് നമുക്ക് രാത്രിയൊക്കെ നോക്കാനും, അല്ലെങ്കിൽ അടുത്ത ദിവസമൊക്കെ എന്റെ ക്ലാസ് അടുത്ത ദിവസം വരുമ്പോൾ അതിന് മുമ്പത്തെ ക്ലാസ്സിൽ എന്താണ് പഠിച്ചത് നോക്കാനായിട്ട് നമുക്ക് പെട്ടെന്ന് എടുത്ത് റെഫർ ചെയ്യാൻ വളരെ നല്ലതാണ്. ഓക്കെ, അപ്പൊ ഞാൻ ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ ഡെഫിനിഷൻ ഒന്ന് എഴുതിയിടാം. The quantities which can be measured directly or indirectly are called physical quantities. ഓക്കെ, അപ്പൊ മലയാളം മീഡിയത്തിലുള്ള കൂട്ടുകാർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അപ്പൊ അവർക്ക് പെട്ടെന്ന് പറയുമ്പോഴത്തേക്ക് എഴുതിയെടുക്കാൻ ബുദ്ധിമുട്ട് കാണും. അപ്പൊ അവരെയും കൂടി ഉദ്ദേശിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഡെഫിനിഷൻസ് ഒക്കെ ബോർഡിൽ എഴുതും. ഓക്കെ, സോ ദി ക്വാണ്ടിറ്റീസ് which can be or that can be measured directly or indirectly are called physical quantities. ഒന്ന് രണ്ട് എക്സാമ്പിൾസ് ഒന്ന് പറയാമോ ഇവിടെ? എക്സാമ്പിൾസ്, ഫിസിക്കൽ ക്വാണ്ടിറ്റീസിന് എക്സാമ്പിൾ ഒന്ന് പറയാമോ? നേരിട്ട് അല്ലെങ്കിൽ നേരിട്ടല്ലാതെ നമുക്ക് അളക്കാൻ കഴിയുന്ന, അളന്നെടുക്കാൻ കഴിയുന്ന ക്വാണ്ടിറ്റീസിന് എക്സാമ്പിൾ പറയാമോ? ഉദാഹരണത്തിന് നമ്മുടെ ഈ ബോർഡ് അല്ലെ, ഈ ബോർഡിന്റെ നീളം അഥവാ ലെങ്ത് നമുക്കൊരു സ്കെയിൽ ഉപയോഗിച്ച്, മീറ്റർ സ്കെയിൽ ഉപയോഗിച്ച് എന്ത് ചെയ്യാൻ പറ്റും? അളന്നെടുക്കാൻ പറ്റും. ശരിയല്ലേ? നേരിട്ട് തന്നെ അളന്നെടുക്കാൻ പറ്റും. സോ ലെങ്ത് എന്ന് പറയുന്ന ക്വാണ്ടിറ്റി ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ്, ബിക്കോസ് വി ക്യാൻ മെഷർ ഇറ്റ് ഡയറക്ട്ലി. ഓക്കെ, സോ എക്സാമ്പിൾ പറഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു എക്സാമ്പിൾ ഏതാണ്? ലെങ്ത്. ഓക്കെ, ലെങ്ത് ഈസ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി. സിമിലർലി നമുക്ക് ഈ ബോർഡിന്റെ മാസ് മെഷർ ചെയ്തൂടെ? വി ക്യാൻ മെഷർ ദി മാസ്. ഈ ബോർഡിന്റെ മാസ് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? മെഷർ ചെയ്യാൻ പറ്റും. ഓക്കെ, എനിക്ക് ഒരു തെർമോമീറ്റർ ഉണ്ടെങ്കിൽ ടെമ്പറേച്ചർ എന്ത് ചെയ്യാൻ പറ്റും? മെഷർ ചെയ്യാൻ പറ്റും അല്ലെ? ഇപ്പൊ നമ്മൾ ഏതെങ്കിലും കടയിൽ പോയി കഴിഞ്ഞാൽ ആ കടയുടെ ഫ്രണ്ടില് ഡോറില് ഒരാളിങ്ങനെ തോക്ക് ചൂണ്ടി നിൽക്കും അല്ലെ? നമ്മുടെ ബോഡി ടെമ്പറേച്ചർ എന്ത് ചെയ്യാനായിട്ട്, മെഷർ ചെയ്യാനായിട്ട് ഒരാൾ നിൽക്കുന്നുണ്ടാവും തെർമോമീറ്റർ ഉപയോഗിച്ച്. ശരിയാണോ? അപ്പൊ ആ തെർമോമീറ്റർ എന്ന് പറയുന്ന ഡിവൈസ് ഉപയോഗിച്ച് നമ്മുടെ ബോഡി ടെമ്പറേച്ചർ എന്ത് ചെയ്യാൻ പറ്റും? മെഷർ ചെയ്യാൻ പറ്റും. സോ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് എന്ത് ക്വാണ്ടിറ്റിയാണ്? മെഷർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വാണ്ടിറ്റിയാണ്. ഇറ്റ് ഇസ് എ മെഷറബിൾ ക്വാണ്ടിറ്റി. സോ ഇറ്റ് ഇസ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി. സോ നമുക്ക് മറ്റൊരു എക്സാമ്പിൾ പറയാം. എന്താണ്? ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ, അങ്ങനെ ധാരാളം ക്വാണ്ടിറ്റീസ് ഉണ്ട്. എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ഒരുപാട് ക്വാണ്ടിറ്റീസ് എന്ത് ചെയ്യാൻ പറ്റും? പറയാൻ പറ്റും. ഓക്കെ, അപ്പൊ ലെങ്ത്, മാസ്, ടെമ്പറേച്ചർ, ടൈം അല്ലെ? നമുക്ക് വാച്ച് ഉണ്ട് അല്ലെങ്കിൽ ക്ലോക്ക് ഉണ്ട്. ക്ലോക്ക് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം? സമയം എന്ത് ചെയ്യാൻ പറ്റും? അളക്കാൻ പറ്റും അല്ലെ? അല്ലെങ്കിൽ കണ്ടുപിടിക്കാൻ പറ്റും. ശരിയല്ലേ? സോ ടൈം എന്ന് പറയുന്നത് മെഷർ ചെയ്യാൻ പറ്റുന്ന മറ്റൊരു ക്വാണ്ടിറ്റിയാണ്. അപ്പൊ ഇതൊക്കെ എന്തിന് എക്സാമ്പിൾ ആണ്? ഫിസിക്കൽ ക്വാണ്ടിറ്റീസിന് എക്സാമ്പിൾ ആണ്. മനസ്സിലാവുമല്ലോ? ഓക്കെ, ഇനി ഈ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ നമുക്ക് രണ്ടായിട്ട് എന്ത് ചെയ്യാം? ക്ലാസിഫൈ ചെയ്യാം. ഓക്കെ, ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ നമുക്ക് രണ്ടായിട്ട് എന്ത് ചെയ്യാം? ക്ലാസിഫൈ ചെയ്യാം. ഏതൊക്കെയാണ്? ഒന്ന് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ്. എന്താണ്? ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് അല്ലെങ്കിൽ ബേസിക് ക്വാണ്ടിറ്റീസ് എന്ന് പറയും. ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് അല്ലെങ്കിൽ ബേസിക് ക്വാണ്ടിറ്റീസ്. രണ്ടാമത്തത് derived quantities. Okay, so physical quantities can be classified into two: fundamental quantities and derived quantities. Fundamental quantities and derived quantities. എന്താണ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് എന്ന് വെച്ചാൽ? വേറെ ഒരു ക്വാണ്ടിറ്റിയും ഡിപ്പെൻഡ് ചെയ്യാതെ ഒറ്റയ്ക്ക് നിൽക്കുന്ന ക്വാണ്ടിറ്റീസ്. ഈ ക്വാണ്ടിറ്റീസിന് മറ്റു ക്വാണ്ടിറ്റിയുമായിട്ട് യാതൊരു ഡിപ്പെൻഡൻസും ഇല്ല.
അങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കുന്ന ക്വാണ്ടിറ്റികളെ ഇൻഡിപെൻഡന്റ് ആയിട്ട്, നമ്മൾ ഒറ്റയ്ക്ക് നിൽക്കുക എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷിൽ ഞാൻ ഉപയോഗിക്കുന്ന വേർഡ് എന്താണ്? ഇൻഡിപെൻഡന്റ്. ഡിപ്പെൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? ആരെങ്കിലും ആശ്രയിക്കുക. ആശ്രയിക്കാതെ നിൽക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ഇൻഡിപെൻഡന്റ്. ഓക്കെ, ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കുന്ന മറ്റൊരു ക്വാണ്ടിറ്റിയെയും ഡിപ്പെൻഡ് ചെയ്യാത്ത ക്വാണ്ടിറ്റീസിനെ വിളിക്കുന്ന പേരാണെന്ത്? ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ്. ശരിയാണോ? ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിന്റെ എക്സാമ്പിൾസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും? ലെങ്ത്. ശരിയാണോ? ലെങ്ത് എന്ന് പറയുന്നത് ഒരു ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റിയാണ്. മറ്റു ക്വാണ്ടിറ്റികളെ ഒന്നും എന്ത് ചെയ്യില്ല, അത് ഡിപ്പെൻഡ് ചെയ്യില്ല. ഓക്കെ, സോ ലെങ്ത്. അതുപോലെ എന്താ? മാസ്. ഓക്കെ, ദെൻ ടെമ്പറേച്ചർ. ഓക്കെ, ഇലക്ട്രിക് കറണ്ട്. അതുപോലെ ടൈം, ഇലക്ട്രിക് കറണ്ട്. ഇതൊക്കെ എന്താണ്? ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ്. ഇതൊന്നും മറ്റു ക്വാണ്ടിറ്റീസിനെ എന്ത് ചെയ്യില്ല, ഡിപ്പെൻഡ് ചെയ്യില്ല. സോ ഇങ്ങനെയുള്ള ക്വാണ്ടിറ്റീസിനെയാണ് നമ്മൾ പറയുക. അതില് മെക്കാനിക്സ് എന്ന് പറഞ്ഞാൽ സ്റ്റഡി ഓഫ് മോഷൻ. മെക്കാനിക്സിൽ നമ്മൾ പ്രധാനമായിട്ടും പറയുന്ന 3 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ഏതൊക്കെയാന്ന് പറഞ്ഞാൽ, ഏറ്റവും ബേസിക് ആയിട്ട് നമ്മൾ പറയുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 3 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ഏതൊക്കെയാന്ന് വെച്ചാൽ ലെങ്ത്, മാസ്, ടൈം ആണ്. ഞാൻ ഈ പറഞ്ഞതൊക്കെ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ആണ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഇത് 3 ഇത് 3 നമ്മൾ സ്ഥിരമായി ഉപയോഗിക്കുന്ന 3 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അതിനെ ഹൈലൈറ്റ് ചെയ്ത് പറയുന്നത്. ഏതൊക്കെയാണ്? ലെങ്ത്, മാസ്, ടൈം. ദേ ആർ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ്. ഇത് മറ്റു ക്വാണ്ടിറ്റീസിന് എന്ത് ചെയ്യില്ല, ഡിപ്പെൻഡ് ചെയ്യില്ല. ഞാൻ പറഞ്ഞതിന്റെ ബാക്കിയൊക്കെ ഉണ്ട്. ടെമ്പറേച്ചർ, അതുപോലെ ഇലക്ട്രിക് കറണ്ട്. ശരിയാണോ? എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്. അങ്ങനെ നമുക്ക് വീണ്ടും വേറെ ടോപ്പിക്കിൽ നമ്മൾ അതിനെ കുറിച്ച് പറയുന്നുണ്ട് ഡീറ്റെയിൽ ആയിട്ട്. തൽക്കാലം ഈ 3 പഠിക്കുക. മെക്കാനിക്സ് നമ്മൾ ഏറ്റവും ബേസിക് ആയിട്ട് പറയുന്ന 3 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്, ബേസിക് ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത് ലെങ്തും മാസും അതുപോലെ എന്താണ്? ടൈമും. ഓക്കെ, ഇനി നമുക്ക് ഡെറൈവ്ഡ് ക്വാണ്ടിറ്റീസ് എന്താന്ന് നോക്കാം. പേരിൽ തന്നെയുണ്ട് ഡെറൈവ്ഡ് എന്ന് പറഞ്ഞാൽ മറ്റിൽ നിന്ന് വരുന്നത്. ശരിയാണ്. അപ്പൊ ഡെറൈവ്ഡ് ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞാൽ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ഉപയോഗിച്ച് ഡെറൈവ് ചെയ്യുന്ന ക്വാണ്ടിറ്റീസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? ഡെറൈവ്ഡ് ക്വാണ്ടിറ്റീസ് എന്ന് പറയും. ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ഉപയോഗിച്ച് ഡെറൈവ് ചെയ്യുന്ന ക്വാണ്ടിറ്റീസിനെ, ഉണ്ടാക്കിയെടുക്കുന്ന ക്വാണ്ടിറ്റീസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? ഡെറൈവ്ഡ് ക്വാണ്ടിറ്റീസ് എന്ന് പറയും. ഉദാഹരണമായിട്ട് നമുക്ക് സ്പീഡ് പറയാം. എല്ലാവരും പഠിച്ചിട്ടുള്ള ഒരു ക്വാണ്ടിറ്റി ആണല്ലോ സ്പീഡ്. വേഗത അല്ലെ? മലയാളത്തിൽ നമ്മൾ വേഗത എന്ന് പറയും. സ്പീഡിന്റെ ഇക്വേഷൻ നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. സ്പീഡിന്റെ ഇക്വേഷൻ എന്താണോ? സ്പീഡ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം അല്ലെ? സ്പീഡ് ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം. അപ്പോ സ്പീഡ് എന്ന് പറയുന്ന ക്വാണ്ടിറ്റി എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നു? ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഒരു ലെങ്ത് ആണ് അല്ലെ? ഡിവൈഡഡ് ബൈ ടൈമിനെ ഡിപ്പെൻഡ് ചെയ്യും. അപ്പൊ സ്പീഡ് എന്ന് പറയുന്ന ക്വാണ്ടിറ്റി വേറെ 2 ക്വാണ്ടിറ്റികളെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഡിസ്റ്റൻസ് അഥവാ ലെങ്ത്, ടൈം. ഈ ലെങ്തും ടൈമും എന്ത് ക്വാണ്ടിറ്റീസ് ആണ്? ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ആണ്. അപ്പോ ലെങ്തിനെയും ടൈമിനെയും ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ക്വാണ്ടിറ്റിയാണ് സ്പീഡ് എന്ന് പറയുന്ന ഡെറൈവ്ഡ് ക്വാണ്ടിറ്റി. അപ്പൊ സ്പീഡ് ഒരു ഡെറൈവ്ഡ് ക്വാണ്ടിറ്റിയാണ്. ബിക്കോസ് ഇറ്റ് ഡിപ്പെൻഡ്സ് ലെങ്ത് ആൻഡ് ടൈം. ഓക്കെ ആണോ? ഇനി നമുക്ക് ഡെൻസിറ്റി പറയാം. എല്ലാവരും കേട്ടിട്ടുള്ളതാണ് ഡെൻസിറ്റി. ശരിയല്ലേ? ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? സാന്ദ്രത അഥവാ ഡെൻസിറ്റിയുടെ ഇക്വേഷൻ എന്താണോ? മാസ് ഡിവൈഡഡ് ബൈ വോളിയം. ശരിയല്ലേ? മാസ് ഡിവൈഡഡ് ബൈ വോളിയം. മാസ് ഒരു ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റിയാണ്. ശരിയാണോ? വോളിയം പക്ഷെ ഫണ്ടമെന്റൽ അല്ല. വോളിയത്തിനകത്ത് വീണ്ടും ക്വാണ്ടിറ്റീസ് ഉണ്ട്. വോളിയം എന്ന് പറഞ്ഞാൽ എന്താ? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. അത് മറ്റൊരു ഡെറൈവ്ഡ് ക്വാണ്ടിറ്റിയാണ്. ശരിയല്ലേ? അപ്പൊ ഡെൻസിറ്റി എന്ന് പറയുന്നത് ഒരു ഡെറൈവ്ഡ് ക്വാണ്ടിറ്റിയാണ്. കാര്യം അത് മാസ് എന്ന് പറയുന്ന മറ്റൊരു ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റിയെയും വോളിയത്തിലൂടെ ലെങ്തിനെയും എന്ത് ചെയ്യുന്നുണ്ട്? ഡിപ്പെൻഡ് ചെയ്യുന്നു. സോ അങ്ങനെ നമുക്ക് ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ പ്രധാനമായിട്ടും 2 ആയിട്ട് എന്ത് ചെയ്യാം? ക്ലാസിഫൈ ചെയ്യാം. ഏതൊക്കെയാണത്? ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് എന്നും അതുപോലെ എന്താണ്? ഡെറൈവ്ഡ് ക്വാണ്ടിറ്റീസ്. ഞാൻ ഒന്നുകൂടെ പറയട്ടെ. ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താ? മറ്റു ക്വാണ്ടിറ്റീസിനെ ഡിപ്പെൻഡ് ചെയ്യാത്തത്. ദി ക്വാണ്ടിറ്റീസ് വിച്ച് ആർ ഇൻഡിപെൻഡന്റ് ഓഫ് അതർ ക്വാണ്ടിറ്റീസ്. മറ്റു ക്വാണ്ടിറ്റികളെ ഡിപ്പെൻഡ് ചെയ്യാതെ നിൽക്കുന്ന ക്വാണ്ടിറ്റികളെയാണ് നമ്മൾ എന്തെന്ന് പറയാ?
ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് എന്ന് പറയും. ഇനി മറ്റു ക്വാണ്ടിറ്റികളെ ഡിപ്പെൻഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ഉപയോഗിച്ച് ഡെറൈവ് ചെയ്യുന്ന ക്വാണ്ടിറ്റികളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? ഡെറൈവ്ഡ് ക്വാണ്ടിറ്റീസ് എന്ന് വിളിക്കുക. ഓക്കെ, ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിന് എക്സാമ്പിൾ എന്താണ്? ലെങ്ത്, മാസ്, ടൈം, എക്സെട്ര. ഓക്കെ, ഡെറൈവ്ഡ് ക്വാണ്ടിറ്റീസിന് എക്സാമ്പിൾ ഏതൊക്കെയാണ്? സ്പീഡ്, ഡെൻസിറ്റി, ഇനി ഒരുപാടുണ്ട് അല്ലെ. ത്വരണം നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, ആക്സിലറേഷൻ, അതുപോലെ പ്രവേഗം അതായത് വെലോസിറ്റി, ശരി, അങ്ങനെ ധാരാളം ക്വാണ്ടിറ്റി. മൊമെന്റം അഥവാ ആക്കം, ഫോഴ്സ്, ഇതൊക്കെ എന്താണ്? ഡെറൈവ്ഡ് ക്വാണ്ടിറ്റീസ് ആണ്. ഓക്കെ, അപ്പൊ ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്താന്ന് പറഞ്ഞു? ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാന്ന് പറഞ്ഞു. ഓരോ ക്വാണ്ടിറ്റിക്കും എക്സാമ്പിളും എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ഇതുവരെ വളരെ ക്ലിയർ ആണല്ലോ. ഓക്കെ, അടുത്ത് നമ്മൾ നോക്കുന്നത് ഒരു ക്വാണ്ടിറ്റി, ഫിസിക്കൽ ക്വാണ്ടിറ്റി നമ്മൾ മെഷർ ചെയ്യുന്ന സമയത്ത് നമുക്ക് അത്യാവശ്യം വേണ്ടുന്ന ഒരു സാധനമാണ് യൂണിറ്റ്. യൂണിറ്റ് ഓക്കെ, യൂണിറ്റ് എന്ന് പറയുന്ന സാധനം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു ക്വാണ്ടിറ്റി എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? മെഷർ ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ നമ്മൾ അടുത്ത് നോക്കുന്നത് എന്താണ് ഒരു യൂണിറ്റ്. ഓക്കെ, സോ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഉദാഹരണത്തിന് ഈ ബോർഡിന്റെ നീളം, ഈ ബോർഡിന്റെ നീളം നമ്മൾ മെഷർ ചെയ്യുമ്പോൾ സപ്പോസ് എനിക്ക് 2 മീറ്റർ എന്ന് കിട്ടിയിട്ടുണ്ട്. 2 മീറ്റർ ലെങ്ത് ഓഫ് ദി ബോർഡ് ഈസ് ലെങ്ത് is equal to 2 മീറ്റർ. ഓക്കെ, ഈ ബോർഡിന്റെ മാസ് ഞാൻ മെഷർ ചെയ്തു. ബോർഡിന്റെ മാസ് മെഷർ ചെയ്തപ്പോ മാസ് ഇസ് ഈക്വൽ ടു എനിക്ക് 5 കിലോഗ്രാം എന്ന് കിട്ടും. ഓക്കെ, സോ ഈ മീറ്റർ എന്ന് പറയുന്നതാണ് ലെങ്തിന്റെ യൂണിറ്റ് ആയിട്ട് നമ്മൾ എടുക്കുന്നത്. അതുപോലെ കിലോഗ്രാം എന്ന് പറയുന്നതാണ് ഈ ബോർഡിന്റെ മാസ് മെഷർ ചെയ്യുമ്പോൾ നമ്മൾ എടുത്ത യൂണിറ്റ്. അപ്പൊ മീറ്റർ ഒരു യൂണിറ്റ് ആണ്, കിലോഗ്രാം എന്ന് പറയുന്നത് ഒരു യൂണിറ്റ് ആണ്. അപ്പൊ എന്താണ് യൂണിറ്റ് എന്ന് ചോദിച്ചാൽ, ഒരു ക്വാണ്ടിറ്റി മെഷർ ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന ആ ക്വാണ്ടിറ്റിയുടെ സ്റ്റാൻഡേർഡ് മെഷർ. എന്താണ് സ്റ്റാൻഡേർഡ് മെഷർ? സ്റ്റാൻഡേർഡ് അളവ്. അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? യൂണിറ്റ് എന്ന് വിളിക്കുക. The standard measure of a quantity used for measuring that quantity, that physical quantity. ആ ഫിസിക്കൽ ക്വാണ്ടിറ്റി മെഷർ ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന അതേ ക്വാണ്ടിറ്റിയുടെ സ്റ്റാൻഡേർഡ് മെഷറിനെ വിളിക്കുന്ന പേരാണ് ആ ക്വാണ്ടിറ്റിയുടെ എന്താ? യൂണിറ്റ്. ഉദാഹരണത്തിന് ലെങ്ത് മെഷർ ചെയ്യാൻ, ലെങ്ത് മെഷർ ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ലെങ്ത് മെഷർ ചെയ്യുന്ന ഒരു സ്റ്റാൻഡേർഡ് മെഷർ ഉപയോഗിക്കും. അപ്പൊ ലെങ്ത് മെഷർ ചെയ്യുന്ന ഒരു സ്റ്റാൻഡേർഡ് മെഷറാണ്. ലെങ്ത് അളക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സ്റ്റാൻഡേർഡ് മെഷറാണ് എന്ത്? മീറ്റർ. അത് സ്റ്റാൻഡേർഡ് ആണ്. എല്ലായിടത്തും 1 മീറ്റർ എന്ന് പറഞ്ഞാൽ സെയിം ആണ്. ഓരോ സ്ഥലത്തും 1 മീറ്റർ മാറിക്കൊണ്ടിരിക്കില്ല. ശരിയാണ്. അപ്പൊ മീറ്റർ എന്ന് പറയുന്നത് ഒരു സ്റ്റാൻഡേർഡ് മെഷറാണ്. എന്തിനു വേണ്ടിയിട്ടാണ് ആ സ്റ്റാൻഡേർഡ് മെഷർ നമ്മൾ ഉപയോഗിക്കുന്നത്? നീളം അളക്കാൻ വേണ്ടിയിട്ട്. ശരിയാണോ? അതുപോലെ കിലോഗ്രാം എന്ന് പറയുന്നത് ഒരു സ്റ്റാൻഡേർഡ് മെഷർ ആണ്. 1 കിലോഗ്രാം എന്ന് പറയുന്നത് ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ശരിയാണോ? സോ ഈ 1 കിലോഗ്രാം എന്ന് പറയുന്ന സ്റ്റാൻഡേർഡ് മെഷർ അളവ് നമ്മൾ ഉപയോഗിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? മാസ്, മറ്റു മാസുകൾ എന്ത് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ വസ്തുക്കളുടെ മാസുകൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, അളക്കാൻ വേണ്ടിയിട്ട്. ശരിയാണോ? അപ്പൊ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ ഒരു സ്റ്റാൻഡേർഡ് മെഷർ നമ്മൾ ഉപയോഗിക്കുന്നു. ആ സ്റ്റാൻഡേർഡ് മെഷറിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? ആ ക്വാണ്ടിറ്റിയുടെ യൂണിറ്റ് എന്ന് വിളിക്കുക. സോ യൂണിറ്റ് ഈസ് എ സ്റ്റാൻഡേർഡ് മെഷർ യൂസ്ഡ് ഫോർ മെഷറിംഗ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി. സ്റ്റാൻഡേർഡ് മെഷർ ഓഫ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി യൂസ്ഡ് ടു മെഷർ ദി സെയിം ഫിസിക്കൽ ക്വാണ്ടിറ്റി. ഓക്കെ, അപ്പൊ നമുക്ക് ഡെഫിനിഷൻ എങ്ങനെ എഴുതാം? യൂണിറ്റിന്റെ ഡെഫിനിഷൻ എഴുതാം. എങ്ങനെ എഴുതാൻ പറ്റുക? It is a standard measure of a physical quantity used to measure the same physical quantity. Okay, it is a standard measure of a physical quantity. ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ സ്റ്റാൻഡേർഡ് മെഷർ ആണ്. എന്തിനു വേണ്ടിയിട്ടാണ്? യൂസ്ഡ് ടു മെഷർ ദി സെയിം ഫിസിക്കൽ ക്വാണ്ടിറ്റി.
അതേ ഫിസിക്കൽ ക്വാണ്ടിറ്റി മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ആ ക്വാണ്ടിറ്റിയുടെ സ്റ്റാൻഡേർഡ് മെഷർ. ഉദാഹരണത്തിന് ലെങ്ത് അളക്കാൻ ഉപയോഗിക്കുന്ന ലെങ്തിന്റെ സ്റ്റാൻഡേർഡ് മെഷർ ആണ് മീറ്റർ എന്ന് പറഞ്ഞാൽ ലെങ്തിന്റെ യൂണിറ്റ്. മാസ് അളക്കാൻ ഉപയോഗിക്കുന്ന മാസിന്റെ സ്റ്റാൻഡേർഡ് മെഷർ ആണ് കിലോഗ്രാം, അതായത് മാസിന്റെ യൂണിറ്റ്. ശരിയാണ്. അതുപോലെ ടൈം അളക്കാൻ ഉപയോഗിക്കുന്ന ടൈമിന്റെ സ്റ്റാൻഡേർഡ് മെഷർ ആണ് 1 സെക്കൻഡ് എന്ന് പറയുന്ന ടൈമിന്റെ യൂണിറ്റ്. ഓക്കെ, അപ്പൊ ഓരോ ഫിസിക്കൽ ക്വാണ്ടിറ്റിക്കും അത് മെഷർ ചെയ്യാനായിട്ട് അതിന്റെ ഒരു സ്റ്റാൻഡേർഡ് മെഷർ ഉണ്ടായിരിക്കും. ആ സ്റ്റാൻഡേർഡ് മെഷറിനെയാണ് നമ്മൾ ആ ക്വാണ്ടിറ്റിയുടെ എന്തെന്ന് വിളിക്കുക, യൂണിറ്റ് എന്ന് വിളിക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ ഒരു യൂണിറ്റ് ഉപയോഗിച്ച് ഒരു ക്വാണ്ടിറ്റിക്ക് ഒന്നിലധികം യൂണിറ്റുകളുണ്ട്. ഉദാഹരണത്തിന് ലെങ്ത് അളക്കാനായിട്ട് നമുക്ക് മീറ്റർ ഉണ്ട്, സെന്റിമീറ്റർ ഉണ്ട്, മില്ലിമീറ്റർ, അതൊക്കെ അതിന്റെ ഡിഫറെന്റ് മൾട്ടിപ്പിൾസ് ആണ്. ശരിയാണ്. അപ്പൊ മാസ് അളക്കാനായിട്ട് നമുക്ക് കിലോഗ്രാം ഉണ്ട്, അതുപോലെ ഗ്രാം ഉണ്ട്, അല്ലെ? അങ്ങനെ ഒരുപാട് യൂണിറ്റുകൾ ഒരേ ക്വാണ്ടിറ്റിക്ക് തന്നെ, ഫിസിക്കൽ ക്വാണ്ടിറ്റിക്ക് തന്നെ വ്യത്യസ്ത യൂണിറ്റുകൾ എന്ത് ചെയ്യും, ഉണ്ടായിരിക്കും. ആ വ്യത്യസ്ത യൂണിറ്റുകളെ കുറിച്ച്, ഡിഫറെന്റ് യൂണിറ്റ് സിസ്റ്റത്തെ കുറിച്ചൊക്കെ നമ്മൾ അടുത്ത് പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഒരു ക്വാണ്ടിറ്റിക്ക് ഒരു യൂണിറ്റ് ഉണ്ടായിരിക്കും, ഏതെങ്കിലും ഒരു യൂണിറ്റ് ഉണ്ടായിരിക്കും. ആ യൂണിറ്റ് ഉപയോഗിച്ച് നമ്മൾ ആ ക്വാണ്ടിറ്റി എന്ത് ചെയ്യുന്നു, മെഷർ ചെയ്യും. അപ്പൊ നമ്മളൊരു ക്വാണ്ടിറ്റിയെ മെഷർ ചെയ്യുമ്പോൾ ആ മെഷർമെന്റിനകത്ത്, ആ അളവിനകത്ത് എന്തൊക്കെ ഉണ്ടായിരിക്കും നോക്കൂ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ ബോർഡിന്റെ നീളം ഞാൻ മെഷർ ചെയ്തു, അല്ലെ? ഈ ബോർഡിന്റെ ലെങ്ത് ഞാൻ മെഷർ ചെയ്തു. ഈ ബോർഡിന്റെ ലെങ്ത് മെഷർ ചെയ്തപ്പോ എനിക്ക് എന്തെന്നാ കിട്ടിയ, ലെങ്ത് ഈസ് ഈക്വൽ ടു 2 മീറ്റർ എന്ന് കിട്ടി. ശരിയാണ്. ഇതൊരു മെഷർമെന്റ് ആണ്. ലെങ്ത്, നീളം, ലെങ്ത് ഓഫ് ദി ബോർഡാണ്, ഈ ബോർഡിന്റെ നീളം. ലെങ്ത് ഞാൻ മെഷർ ചെയ്തപ്പോ എനിക്ക് 2 മീറ്റർ എന്ന് കിട്ടി. സോ 2 മീറ്റർ ഈസ് എ മെഷർമെന്റ്. ഈ മെഷർമെന്റിനകത്ത് എന്തൊക്കെയുണ്ടോ, യൂണിറ്റ് ഉണ്ട്. അതായത് ഈ ബോർഡിന്റെ നീളം അളക്കാനായിട്ട് നമ്മൾ ഉപയോഗിച്ച ലെങ്ത് എന്ന് പറയുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ സ്റ്റാൻഡേർഡ് മെഷർ, അതായത് യൂണിറ്റ് ഉണ്ട്. ഏതാണ് നമ്മൾ ഉപയോഗിച്ച യൂണിറ്റ്? മീറ്റർ. ഓക്കെ, മീറ്ററിനോടൊപ്പം പിന്നെന്തുകൂടി ഉണ്ട്, ഒരു നമ്പർ ഉണ്ട്. എന്താണ് നമ്പർ? 2. ഓക്കെ, അപ്പൊ ലെങ്ത് ഇസ് ഈക്വൽ ടു 2 മീറ്റർ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നമ്മൾ ഇങ്ങനെയാണ് അതിനെ കാണേണ്ടത്, 2 × 1 മീറ്റർ. 2 × 1 മീറ്റർ. 2 മീറ്റർ എന്ന് പറഞ്ഞാൽ 2 × 1 മീറ്റർ. ദാറ്റ് മീൻസ് 1 മീറ്റർ എന്ന് പറയുന്നത് നമ്മുടെ യൂണിറ്റ് ആണ്, അതായത് സ്റ്റാൻഡേർഡ് മെഷർമെന്റ് ആണ്. ഈ സ്റ്റാൻഡേർഡ് മെഷർ, അതായത് മീറ്റർ എന്ന് പറയുന്ന സ്റ്റാൻഡേർഡ് മെഷർ ഈ ബോർഡിന്റെ നീളത്തിൽ, ബോർഡിന്റെ നീളം എന്ന് പറയുന്ന മെഷർമെന്റിൽ എത്ര തവണ വന്നിട്ടുണ്ട്? 2 പ്രാവശ്യം വന്നിട്ടുണ്ട്. മീറ്റർ എന്ന് പറയുന്ന യൂണിറ്റ് എത്ര തവണ വന്നിട്ടുണ്ട്? 2 പ്രാവശ്യം വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോ ഒരു മെഷർമെന്റിൽ 2 കാര്യങ്ങൾ എപ്പോഴും കാണും. ഏതൊക്കെയാണ്? ഒന്ന്, ആ ക്വാണ്ടിറ്റി മെഷർ ചെയ്യാൻ നമ്മൾ ഉപയോഗിച്ച യൂണിറ്റും, പിന്നെ ആ യൂണിറ്റ് എത്ര തവണ വന്നിട്ടുണ്ട്, ആ മെഷർമെന്റിൽ, ആ അളവിൽ ആ യൂണിറ്റ് എത്ര തവണ വന്നിട്ടുണ്ട് എന്ന് കാണിക്കുന്ന നമ്പരും. ശരിയാണ്. അപ്പോ ലെങ്ത് ഓഫ് ദി ബോർഡ് ഈസ് ഈക്വൽ ടു 2 മീറ്റർ എന്ന് പറഞ്ഞാൽ അതിൽ യൂണിറ്റ് മീറ്റർ ആണ്. ബോർഡിന്റെ നീളം എത്ര മീറ്റർ ആണ്? 2 മീറ്റർ ആണ്. അതായത് മീറ്ററിന്റെ 2 ടൈംസ് ആണ്, 2 തവണ. ആ മീറ്റർ എന്ന് പറയുന്ന അളവ് എത്ര പ്രാവശ്യം വന്നിട്ടുണ്ട്? 2 തവണ വന്നിട്ടുണ്ട്. അപ്പൊ എത്ര തവണ വന്നിട്ടുണ്ട് എന്ന് കാണിക്കുന്ന നമ്പറാണ് എന്ത്? 2. ഓക്കെ ആണോ? അതുപോലെ ബോർഡിന്റെ മാസ് ഞാൻ മെഷർ ചെയ്തു. ബോർഡിന്റെ മാസ് മെഷർ ചെയ്തപ്പോ എനിക്ക് എന്തെന്ന് കിട്ടിയ, മാസ് ഓഫ് ദി ബോർഡ് ഈസ് ഈക്വൽ ടു 5 കിലോഗ്രാം സപ്പോസ്. ഇതിൽ എന്താണ് കിലോഗ്രാം? മാസിന്റെ യൂണിറ്റ്. ബോർഡിന്റെ മാസ് അളന്നപ്പോൾ നമ്മൾ ഉപയോഗിച്ച യൂണിറ്റ് ആണ് കിലോഗ്രാം. ശരിയാണ്. സോ കിലോഗ്രാം ഇസ് ദി യൂണിറ്റ്. ഇനി ആ കിലോഗ്രാം എന്ന് പറയുന്ന യൂണിറ്റ് അഥവാ സ്റ്റാൻഡേർഡ് മെഷർ ഈ അളവിൽ ഈ ബോർഡിനെ സംബന്ധിച്ചിടത്തോളം എത്ര തവണ വന്നിട്ടുണ്ട്? 5 ടൈംസ്. സോ യൂണിറ്റ് അഥവാ സ്റ്റാൻഡേർഡ് മെഷർ എത്ര തവണ വന്നിട്ടുണ്ട് എന്ന് കാണിക്കുന്ന നമ്പറാണ് ഇത് 5. ഓക്കെ, അപ്പോ ഏതൊരു ക്വാണ്ടിറ്റിയുടെയും മെഷർമെന്റ് പരിശോധിച്ചാൽ ആ മെഷർമെന്റിനകത്ത് എപ്പോഴും 2 കാര്യങ്ങൾ കാണും. ഒന്ന്, നമ്മൾ ആ മെഷർമെന്റിന് ഉപയോഗിച്ച യൂണിറ്റും, 2, ആ യൂണിറ്റ് എത്ര തവണ വന്നിട്ടുണ്ട് എന്ന് സൂചിപ്പിക്കുന്ന ഒരു നമ്പറും. ശരിയാണോ? സോ എവറി മെഷർമെന്റ് ഹാസ് 2 parts or 2 requirements. One is the unit in which the quantity is measured. എന്ന് പറഞ്ഞാൽ ആ ക്വാണ്ടിറ്റി മെഷർ ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന യൂണിറ്റ്. And the second one is the number which shows how many times the unit appears in the measurement. ആ മെഷർമെന്റിൽ നമ്മൾ ഉപയോഗിച്ച യൂണിറ്റ് എത്ര തവണ വന്നിട്ടുണ്ട് എന്ന് കാണിക്കുന്ന നമ്പർ. ഓക്കെ, അപ്പൊ ആ നമ്പറും യൂണിറ്റും കൂടെ ചേരുമ്പോഴാണ് എന്താവുന്നത്? മെഷർമെന്റ് ആവും. ഓക്കെ, അപ്പൊ നമുക്ക് ജനറൽ ആയിട്ട് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? ലെങ്ത് ഇസ് ഈക്വൽ ടു 2 മീറ്റർ എന്ന് പറഞ്ഞു, മാസ് ഇസ് ഈക്വൽ ടു 5 കിലോഗ്രാം എന്ന് പറഞ്ഞു. ശരിയാണോ? അപ്പോ മീറ്റർ എന്ന് പറയുന്ന യൂണിറ്റ് ആണ്, 2 എന്ന് പറയുന്ന നമ്പറാണ്. കിലോഗ്രാം എന്ന് പറയുന്നത് യൂണിറ്റ് ആണ്, 5 എന്ന് പറയുന്നത് എന്താണ്? നമ്പറാണ്. സപ്പോസ് യൂണിറ്റിനെ ഞാൻ യു എന്ന് പറയുന്ന ലെറ്റർ കൊണ്ടും, ശരിയാണ്,
ആ കറസ്പോണ്ടിങ് നമ്പറിനെ n എന്ന് പറയുന്ന ലെറ്റർ കൊണ്ട് എന്ത് ചെയ്യുന്നു, സൂചിപ്പിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഒരു മെഷേർഡ് ക്വാണ്ടിറ്റി ക്യൂവിനെ നമുക്ക് എങ്ങനെ എഴുതാറോ, ക്യൂ ഇസ് ഈക്വൽ ടു എന്തായിരിക്കും, ക്യൂ എന്ന് പറഞ്ഞാൽ ക്വാണ്ടിറ്റി. ഏത് ക്വാണ്ടിറ്റി വേണമാവാം, അത് ലെങ്ത് ആവാം, മാസ് ആവാം, ടൈം ആവാം, ടെമ്പറേച്ചർ ആവാം, എന്ത് വേണമാവാം. ക്വാണ്ടിറ്റി നമ്മൾ ജനറൽ ആയിട്ട് ക്യൂ എന്ന് പറയുന്ന ലെറ്റർ കൊണ്ട് സൂചിപ്പിക്കും. ദി ക്വാണ്ടിറ്റി ക്യൂ ഇസ് ഈക്വൽ ടു, അതിൽ എന്തൊക്കെ കാണും, നമ്പർ കാണും. നമ്പറിനെ നമുക്ക് n കൊണ്ട് എന്ത് ചെയ്യാം, റെപ്രസെന്റ് ചെയ്യാം. ശരിയാണോ? പിന്നെന്ത് കാണും, യൂണിറ്റ് കാണും, യു കൊണ്ട് റെപ്രസെന്റ്. സോ ഏതൊരു മെഷർമെന്റിനെയും നമുക്ക് ജനറലി ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാമല്ലോ. ക്യൂ ഇസ് ഈക്വൽ ടു എന്താണ്, എൻ യു. ക്യൂ ഫോർ ക്വാണ്ടിറ്റി. അതെന്ത് വേണമാവാം, ലെങ്ത് ആവാം, മാസ് ആവാം, എന്ത് വേണമാവാം. ശരിയാണ്. n എന്ന് പറഞ്ഞാൽ എന്താണ്, ദി നമ്പർ. ശരിയാണോ? ഇപ്പൊ ഇവിടെ 2 ആണ്, ഇവിടെ എന്താണ്, അത് 5 ആണ്. ഇനി ടെമ്പറേച്ചർ മെഷർ ചെയ്യുമ്പോൾ അതിന്റെ നമ്പർ വേറെ എന്തെങ്കിലും ആണ്. ഓക്കെ, അപ്പൊ n എന്ന് പറയുന്ന ദി നമ്പർ. യു എന്ന് പറഞ്ഞാൽ എന്താ, യൂണിറ്റ്. ഇപ്പൊ ലെങ്ത് ആണ് മെഷർ ചെയ്യുന്നെങ്കിൽ യുവിന്റെ സ്ഥലത്ത് വന്നിരിക്കുന്നത് എന്താ, മാസ്. സോറി, മീറ്റർ. മാസ് ആണ് മെഷർ ചെയ്യുന്നെങ്കിൽ യുവിന്റെ സ്ഥലത്ത് വന്നിരിക്കുന്നത് എന്താണ്, കിലോഗ്രാം. ശരിയല്ലേ? അപ്പൊ ജനറൽ ആയിട്ട് നമുക്ക് ഏതൊരു ക്വാണ്ടിറ്റിയും ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. എനി ക്വാണ്ടിറ്റി ക്യൂ, എനി മെഷേർഡ് ക്വാണ്ടിറ്റി ക്യൂ ഇസ് ഈക്വൽ ടു എൻ യു, വേർ യു ഇസ് ദി യൂണിറ്റ് ആൻഡ് എൻ ഇസ് ദി നമ്പർ. ഓക്കെ, അപ്പൊ എല്ലാ മെഷർമെന്റിലും ഈ രണ്ട് കാര്യങ്ങൾ കാണും. യൂണിറ്റും കാണും, ആ യൂണിറ്റ് എത്ര തവണ വന്നു എന്ന് കാണിക്കുന്ന നമ്പരും കാണും. ക്യൂ ഇസ് ഈക്വൽ ടു എന്താ, എൻ യു. ഓക്കെ, ഇനി വേറൊരു കാര്യം കൂടി എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോ ഈ ബോർഡിന്റെ ലെങ്ത് ഞാൻ മീറ്ററിലാണ് മെഷർ ചെയ്തത്. മീറ്ററിൽ മെഷർ ചെയ്തപ്പോ എനിക്ക് എത്ര കിട്ടി, 2 മീറ്റർ എന്ന് കിട്ടി. ഇനി മീറ്ററിൽ തന്നെ മെഷർ ചെയ്യണമെന്ന് നിർബന്ധം വല്ലതുണ്ടോ? ഇല്ലല്ലോ, നിർബന്ധമൊന്നുമില്ല. ഞാന് സെന്റിമീറ്ററിൽ മെഷർ ചെയ്തു. മീറ്ററിൽ മെഷർ ചെയ്യുന്നതിന് പകരം ഞാൻ സെന്റിമീറ്ററിൽ മെഷർ ചെയ്തു. അപ്പൊ 2 മീറ്റർ നീളമുള്ള ഈ ബോർഡിന്റെ നീളം ഞാൻ സെന്റിമീറ്റർ സ്കെയിലിലാണ് അളക്കുന്നതെങ്കിൽ, സെന്റിമീറ്ററിലാണ് അളക്കുന്നതെങ്കിൽ എനിക്ക് എത്ര എന്ന് കിട്ടും? 1 മീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര സെന്റിമീറ്ററാണ്? 100 സെന്റിമീറ്ററാണ്. ശരിയല്ലേ? അപ്പൊ 2 മീറ്റർ എന്ന് പറയുമ്പോൾ എത്രയാണോ? 200 സെന്റിമീറ്റർ എന്ന് കിട്ടും. സിഎം അല്ലെ? 2 മീറ്റർ ഈക്വൽ ടു എത്രയാണ്? 200 സെന്റിമീറ്റർ. ഇത് രണ്ടും സെയിം ആണ്. 2 മീറ്റർ തന്നെയാണ് എത്രയാണ്? 200 സെന്റിമീറ്റർ. ഇനി അതുപോലെ ഈ ബോർഡിന്റെ മാസ് ഞാൻ കിലോഗ്രാമിൽ മെഷർ ചെയ്തപ്പോഴാണ് എനിക്ക് 5 കിലോഗ്രാം എന്ന് കിട്ടിയത്. ശരിയല്ലേ? ഞാൻ ഇനി ഗ്രാമിലാണ് മെഷർ ചെയ്യുന്നതെങ്കിലോ, ഗ്രാമിൽ മെഷർ ചെയ്താൽ 1 കിലോഗ്രാം എന്ന് പറഞ്ഞാൽ എത്ര ഗ്രാമാണ്? 1000 ഗ്രാമാണ്. അപ്പൊ 5 കിലോഗ്രാം എന്ന് പറയുമ്പോൾ എനിക്ക് എത്ര കിട്ടണം? 5000 ഗ്രാം എന്ന് കിട്ടണം. ഇത് രണ്ടും എന്താണ്? സെയിം. 5 കിലോഗ്രാം തന്നെയാണ് എന്ത്? 5000 ഗ്രാം അല്ലെ? അതുപോലെ 2 മീറ്റർ തന്നെയാണ് എന്ത്? 200 സെന്റിമീറ്റർ. അപ്പോ ഒരേ ക്വാണ്ടിറ്റി വ്യത്യസ്ത യൂണിറ്റുകളിൽ മെഷർ ചെയ്താൽ, ഒരേ ക്വാണ്ടിറ്റി വ്യത്യസ്ത യൂണിറ്റുകളിൽ മെഷർ ചെയ്താൽ നമുക്ക് കിട്ടുന്ന നമ്പറുകൾ എന്തായിരിക്കും? വ്യത്യസ്തമായിരിക്കും. ശരിയാണ്. ബോർഡിന്റെ നീളം മീറ്ററിൽ മെഷർ ചെയ്തപ്പോൾ എനിക്ക് 2 എന്ന് പറയുന്ന നമ്പറാണ് കിട്ടിയത്. അതേസമയം സെന്റിമീറ്ററിൽ മെഷർ ചെയ്തപ്പോൾ എനിക്ക് 200 എന്ന് പറയുന്ന നമ്പർ കിട്ടി. ബോർഡിന്റെ മാസ് കിലോഗ്രാമിൽ മെഷർ ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ ന്യൂമറിക്കൽ വാല്യൂ അഥവാ നമ്പർ 5 ആണ്. അതേസമയം ഞാൻ ഗ്രാമിൽ മെഷർ ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ നമ്പർ 5000 ആണ്, 5000 ആണ്. ഓക്കെ, എന്ന് പറഞ്ഞാൽ ഇപ്പൊ നോക്കൂ, U1 എന്ന് പറയുന്ന ഒരു യൂണിറ്റ്, അതേത് യൂണിറ്റ് വേണോ, ജനറൽ ആയിട്ട് നമ്മൾ കൊടുക്കുന്ന പേരാണ് U1. U1 എന്ന് പറയുന്ന ഒരു യൂണിറ്റിൽ ഞാനൊരു ക്വാണ്ടിറ്റി മെഷർ ചെയ്യും. U1 എന്ന് പറയുന്ന യൂണിറ്റിൽ ഞാനൊരു ക്വാണ്ടിറ്റി മെഷർ ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ നമ്പർ N1 ആണ്. U1 എന്ന് പറയുന്ന ഒരു യൂണിറ്റിൽ ഞാനൊരു ക്വാണ്ടിറ്റി മെഷർ ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ നമ്പർ N1 ആണ്. ഉദാഹരണത്തിന് മീറ്റർ എന്ന് പറയുന്ന യൂണിറ്റിൽ ഞാൻ ഈ ബോർഡിന്റെ നീളം മെഷർ ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ നമ്പർ 2 ആണ് എന്ന് പറയുന്നത് പോലെ U1 എന്ന് പറയുന്ന യൂണിറ്റിൽ ഒരു ക്വാണ്ടിറ്റി മെഷർ ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ നമ്പർ N1 ആണ്. ഇനി അതേ ക്വാണ്ടിറ്റി ഞാൻ മറ്റൊരു യൂണിറ്റ് ആയിട്ടുള്ള U2 മെഷർ ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ നമ്പർ വേറെ ഒന്നായിരിക്കുമല്ലോ, ഞാൻ അതിനെ N2 എന്ന് കൊടുക്കും. ഉദാഹരണത്തിന് ഇതേ ബോർഡിന്റെ നീളം മീറ്ററിൽ മെഷർ ചെയ്യുന്നതിന് പകരം ഞാൻ സെന്റിമീറ്ററിൽ മെഷർ ചെയ്തു. അങ്ങനെ സെന്റിമീറ്ററിൽ മെഷർ ചെയ്തപ്പോൾ എനിക്ക് 2 പകരം എത്ര എന്ന് കിട്ടി? 200 എന്ന് കിട്ടി. ശരിയാണ്. അപ്പോ U2 എന്ന് പറയുന്ന U1 നിന്ന് മാറി മറ്റൊരു യൂണിറ്റിൽ മെഷർ ചെയ്തപ്പോൾ എനിക്ക് N1 നിന്ന് കിട്ടിയ നമ്പർ എന്താണ്? N2 ആണ്. N1 പകരം കിട്ടിയ നമ്പർ എന്താണ്? N2 ആണ്. പക്ഷെ ഈ രണ്ട് ക്വാണ്ടിറ്റി എന്താണ്? സെയിം ആണ് അല്ലെ? 2 മീറ്റർ തന്നെയാണെന്ത്? 200 സെന്റിമീറ്റർ. അപ്പോ ആദ്യത്തെ യൂണിറ്റ് അനുസരിച്ച് ഞാൻ ഈ ക്വാണ്ടിറ്റി എഴുതി കഴിഞ്ഞാൽ എനിക്ക് എങ്ങനെ എഴുതാം? N1 U1.
ആദ്യത്തെ യൂണിറ്റ് അനുസരിച്ച് U1 എന്ന് പറയുന്ന യൂണിറ്റ് അനുസരിച്ച് ഈ മെഷേർഡ് ക്വാണ്ടിറ്റി എനിക്ക് N1 U1 എന്ന് എഴുതും. അതേസമയം U2 എന്ന് പറയുന്ന രണ്ടാമത്തെ യൂണിറ്റ് അനുസരിച്ച് ഞാൻ അതേ ക്വാണ്ടിറ്റി എഴുതി കഴിഞ്ഞാൽ എനിക്ക് എന്തെന്ന് വരും? N2 U2 എന്നല്ലേ എഴുതാൻ പറ്റുക. ശരിയാണോ? ഈ രണ്ട് ക്വാണ്ടിറ്റി എന്ത് തന്നെയാണ്? സെയിം തന്നെയാണ്. സോ N1 U1 is equal to എന്താണ്? N2 U2. അതെല്ലാം സെയിം ക്വാണ്ടിറ്റി തന്നെയാണ്. ഓക്കെ. സോ ഒരേ ക്വാണ്ടിറ്റിയെ തന്നെ നമുക്ക് വ്യത്യസ്ത യൂണിറ്റുകളിൽ എന്ത് ചെയ്യാൻ പറ്റും? മെഷർ ചെയ്യാൻ പറ്റും. ഓക്കെ. സോ ക്വാണ്ടിറ്റി റിമൈൻസ് ദി സെയിം. ലെങ്ത് ഓഫ് ദി ബോൾ is 2 meter, which is equal to 200 centimeter. The quantity remains the same. Quantity same തന്നെയാണ്. അതുപോലെ mass 5 kilogram, which is equal to 5000 gram. ഇത് രണ്ടും എന്ത് തന്നെയാണ്? സെയിം തന്നെയാണ്. ഓക്കെ. അപ്പൊ നമ്മൾ വ്യത്യസ്ത യൂണിറ്റുകളിൽ മെഷർ ചെയ്യുമ്പോൾ നമുക്ക് വ്യത്യസ്ത നമ്പറുകൾ എന്ത് ചെയ്യുന്നു? കിട്ടും. So Q, a quantity measured in one unit is N1 U1. Another unit is N2 U2. The quantity remains the same. നമ്പറുകളും യൂണിറ്റുകളും മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? മാറും. യൂണിറ്റ് മാറുമ്പോൾ നമ്പർ മാറും. ഓക്കെ. ഈ യൂണിറ്റ് മാറുമ്പോൾ നമ്പർ എങ്ങനെയാണ് മാറുന്നത്? യൂണിറ്റ് മാറുമ്പോൾ നമ്പർ എങ്ങനെയാണ് മാറുന്നത്? അതുകൂടി പറയൂ. ഇവിടെ മീറ്റർ സെന്റിമീറ്റർ ആയപ്പോൾ 2 എന്ന് പറയുന്ന നമ്പർ 200 ആയി. ഇത് മീറ്റർ ആണോ സെന്റിമീറ്റർ ആണോ വലുത്? മീറ്റർ ആണ് വലുത്. സെന്റിമീറ്റർ എന്താണ്? ചെറുതാണ്. അപ്പൊ യൂണിറ്റ് എന്തായപ്പോൾ? മീറ്ററിൽ നിന്ന് സെന്റിമീറ്റർ ആയപ്പോൾ, അതായത് യൂണിറ്റ് ചെറുതായപ്പോൾ നമ്പറിന് എന്ത് സംഭവിച്ചു? നമ്പർ 2ൽ നിന്ന് 200 ആയി. അതായത് നമ്പർ എന്തായി? വലുതായി. ശരിയല്ലേ? യൂണിറ്റ് ചെറുതായപ്പോൾ നമ്പർ എന്തായി? വലുതായി. അതുപോലെ ഇവിടെ നോക്കൂ, 5 കിലോഗ്രാം ഇസ് ഈക്വൽ ടു 5000 ഗ്രാം. കിലോഗ്രാം ആണോ ഗ്രാം ആണോ വലുത്? കിലോഗ്രാം ആണ് വലുത് അല്ലെ? അപ്പൊ കിലോഗ്രാം എന്ന് പറയുന്നത് ഗ്രാം ആയപ്പോൾ, അതായത് യൂണിറ്റ് ചെറുതായപ്പോൾ, നമ്മൾ ചെറിയ യൂണിറ്റിലേക്ക് പോയപ്പോൾ നമ്പർ 5ൽ നിന്ന് 5000 ആയി. അതായത് നമ്പർ എന്തായി? വലുതായി. അപ്പൊ യൂണിറ്റ് ചെറുതാകുമ്പോൾ നമ്പർ എന്താവും? വലുതാവും. യൂണിറ്റ് വലുതാകുമ്പോൾ നമ്പർ എന്താവും? ചെറുതാവും. തിരിച്ചു. ഓക്കെ. അപ്പോ നമ്മൾ യൂസ് ചെയ്യുന്ന യൂണിറ്റും ആ യൂണിറ്റ് ഉപയോഗിച്ച് മെഷർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന നമ്പറും തമ്മിലുള്ള റിലേഷൻ എന്താണ്? ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആണ് അല്ലെ? യൂണിറ്റ് ചെറുതാവുമ്പോൾ നമ്പർ എന്താവും? വലുതാവും. യൂണിറ്റ് ചെറുതാവുമ്പോൾ നമ്പർ വലുതാവും എന്ന് പറഞ്ഞാൽ എന്താ? യൂണിറ്റും നമ്പറും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എങ്ങനെയാണ്? ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആണ്, വിപരീത അനുപാതത്തിലാണ്. ഓക്കെ. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? നമ്പർ n പ്രപ്പോർഷണൽ ടു 1/u. നമ്പർ n പ്രപ്പോർഷണൽ ടു 1/u. അപ്പൊ യൂണിറ്റ് വലുതാവുമ്പോ നമ്പർ എന്താവും? ചെറുതാവും. യൂണിറ്റ് വലുതാണെങ്കിൽ നമ്പർ ചെറുതാണ്, യൂണിറ്റ് ചെറുതാണെങ്കിൽ നമ്പർ എന്താണ്? വലുതാണ്. അപ്പൊ യൂണിറ്റും നമ്പറും തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആണ്, വിപരീത അനുപാതത്തിലാണ്. ഓക്കെ ആണോ? അപ്പൊ യൂണിറ്റ് എന്ന് പറയുന്ന സാധനം എന്താണെന്ന് മനസ്സിലാവോ? ഓക്കെ. വാട്ട് ഈസ് എ യൂണിറ്റ്? യൂണിറ്റ് ഈസ് എ സ്റ്റാൻഡേർഡ് മെഷർ ഓഫ് എ ക്വാണ്ടിറ്റി യൂസ്ഡ് ടു മെഷർ ദി സെയിം ക്വാണ്ടിറ്റി. ഓക്കെ. യൂണിറ്റ് is a standard measure of a physical quantity used to measure the same quantity. Okay. Every measurement has two parts or two requirements. One is the unit and another one is the number. Okay. So any quantity Q can be written as NU, where U is the unit and N is the number. നമ്മൾ ഇനി യൂണിറ്റ് ചേഞ്ച് ചെയ്താൽ നമ്പറും എന്ത് ചെയ്യും? ചേഞ്ച് ചെയ്യും. സോ ഒരു ക്വാണ്ടിറ്റി Q നമ്മൾ U എന്ന് പറയുന്ന യൂണിറ്റിൽ മെഷർ ചെയ്തപ്പോൾ N1 എന്ന് പറയുന്ന നമ്പർ കിട്ടി. സോ ദ ക്വാണ്ടിറ്റി Q ക്യാൻ ബി റിട്ടൺ ആസ് N1 U1. ഇനി നമ്മൾ ആ യൂണിറ്റ് U1ൽ നിന്ന് U2 ആക്കിയപ്പോൾ നമുക്ക് കിട്ടുന്ന നമ്പർ മറ്റൊന്നാണ്, N2 എന്ന് എടുത്തു. അങ്ങനെയാണെങ്കിൽ അതേ ക്വാണ്ടിറ്റി Qനെ നമുക്ക് എന്തെന്ന് എഴുതാം? N2 U2. സോ യൂണിറ്റ് മാറുന്നതിനനുസരിച്ച് നമ്പർ മാറിക്കൊണ്ടിരിക്കുന്നു. യൂണിറ്റ് മാറുന്നതിനനുസരിച്ച് എങ്ങനെയാണ് നമ്പർ മാറുന്നതെന്ന് ചോദിച്ചാൽ ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ. ദാറ്റ് മീൻസ് യൂണിറ്റ് വലുതാണെങ്കിൽ നമുക്ക് കിട്ടുന്ന നമ്പർ ചെറുതായിരിക്കും, യൂണിറ്റ് ചെറുതാണെങ്കിൽ നമുക്ക് കിട്ടുന്ന നമ്പർ വലുതായിരിക്കും. ഓക്കെ. ക്ലിയർ ആണല്ലോ?